നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ഈ അടുത്ത് നടന്ന BE VAE 181 കോഡിൽ വരുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന പേപ്പറിന്റെ കറക്റ്റ് ആൻസേഴ്സ് ആണ്. അപ്പൊ ഈ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് BBA എടുത്താലും BCom എടുത്താലും ഒക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. സോ അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ആണ് താനും. ആ 50 ചോദ്യങ്ങളുടെയും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് ഈ ഒരു സെഷനിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പൊ ആ പരീക്ഷ എഴുതി എല്ലാവരും തന്നെ റെഡി ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ എത്രത്തോളം ഉത്തരങ്ങൾ ശരിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ലേൺവൈസിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതേ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളും ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായി എന്നുള്ളത് നമ്മുടെ ഒരുപാട് ലേണേഴ്സിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതുപോലത്തെ സെഷൻസ് ഒക്കെ തന്നെ ഇനി വരുമ്പോഴും നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് എന്തായാലും ഈ സെഷൻസ് ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സോ പേപ്പറിന്റെ ഫസ്റ്റ് പേജ് ആണിത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. 50ൽ 50ഉം എഴുതേണ്ടതാണ്. അപ്പം ഇനി സമയം കളയാൻ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദി 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓർ SDGs? ലൈഫ് ഓൺ ലാൻഡ്, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ജെൻഡർ ഈക്വിറ്റി. അപ്പൊ ഇതില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വന്നിട്ട് ഒരു 17 എണ്ണം വെച്ചിട്ടുണ്ട് UN. സോ അതിൽ പെടാത്ത ഒന്ന് താഴെ ഓപ്ഷൻസിലുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ജെൻഡർ ഈക്വിറ്റി ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ ഉള്ളത് ജെൻഡർ ഈക്വാലിറ്റി ആണ്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെൻസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ജെൻഡർ ഈക്വിറ്റി ആണ്. ഐ മീൻ ഈ 17 സസ്റ്റൈനബിൾ ഗോൾസിൽ ഇല്ലാത്തത്, അല്ലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇല്ലാത്തത് ജെൻഡർ ഈക്വിറ്റി ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ്? സിറ്റീസ്, ലേക്സ്, ഓർച്ചാർഡ്സ്, ഡാംസ്. അപ്പം ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ഡാം. അപ്പം കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ വെള്ളം കെട്ടി നിർത്തുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഹ്യൂമൻ മോഡിഫൈഡ് എൻവയോൺമെന്റ് എന്ന് പറയാൻ കാരണം. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, ഹു സെഡ് ദാറ്റ് ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ആൻ ഓക്സിമോറോൺ? ഓക്സിമോറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഓഫുള്ളി ഗുഡ്, ഓഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശം എന്നുള്ളതാണ്, ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ഉള്ളത് ഓഫുള്ളി ഗുഡ് എന്നുള്ളത് ഒരു വാക്കാണ്. അപ്പൊ അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് നമുക്ക് ഡെവലപ്മെന്റിനൊപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതും എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളതും ഒരുമിച്ച് ചേർത്ത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് ചോദ്യം. മൗറിസ് സ്ട്രോങ് ആണോ, ഹർമൻ ഡാലി ആണോ, MS സ്വാമിനാഥൻ ആണോ, ഗ്രോ ഹാർലം ബ്രണ്ട്ലാൻ ആണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ഹർമൻ ഡാലി. അദ്ദേഹം ഒരു ഇക്കോളജിക്കൽ എക്കണോമിസ്റ്റ് ആയിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് കൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബയോട്ടിക് കമ്പോണന്റ്? ബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജീവനുള്ള. സാപ്രോട്രോഫ്സ്, വാട്ടർ, പ്രോട്ടീൻ, ടെമ്പറേച്ചർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 സാപ്രോട്രോഫ്സ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓൾ ഇക്കോസിസ്റ്റംസ് ഹാവ് വെൽ ഡിഫൈൻഡ് ബൗണ്ടറീസ്. ദ ഇക്കോസിസ്റ്റം റിപ്രസെന്റ്സ് enormous contrast in size and complexity. An ecosystem having autotrophs and heterotrophs but no decomposers could be self-contained. Ecosystems are self-sustaining because they are well insulated from outside influences. So ഇത് ഏകദേശം ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആൻസർ കിട്ടുകയുണ്ടാവും. The right answer is
ദ ഇക്കോസിസ്റ്റം റെപ്രസെന്റ്സ് ഇനോമസ് കോൺട്രാസ്റ്റ് ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. അതായത് ചെറിയൊരു പോണ്ട് ആണെങ്കിലും ശരി, ഫോറസ്റ്റ് ആണെങ്കിലും ശരി, അവിടെ ഒരു ഇക്കോസിസ്റ്റം സർവൈവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പം സൈസ് മാറ്റർ ചെയ്യുന്നില്ല. പോണ്ട് ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും ഓഷ്യൻ ആണെങ്കിലും എല്ലാത്തിലും ഉള്ളത് ഇക്കോസിസ്റ്റം തന്നെയാണ്. ഹെൻസ് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ടോപ്പ് കാർണിവോർ എന്നുള്ളതാണ് ചോദ്യം. ടോപ്പ് കാർണിവോർ എന്ന് പറയുമ്പോൾ ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന ഒരു കാർണിവോർ ഏതാണ്? ഹ്യൂമൻ ബീങ് ആണോ, കാറ്റ് ആണോ, വൾച്ചർ ആണോ, ഡിയർ ആണോ? ഇപ്പൊ ഡിയർ അല്ല, സ്വാഭാവികമായിട്ടും കാർണിവോർ എന്ന് പറഞ്ഞാൽ മാംസം ഭക്ഷിക്കുന്ന ജീവികളാണ്. ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച് മിക്സ്ഡ് ആണ് അല്ലെ. അതുപോലെ കാറ്റിലേക്ക് വരുമ്പോഴും വൾച്ചറിലേക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടും വൾച്ചർ തന്നെയാണ് ഫുഡ് ചെയിനിൽ മേലെ വരുന്നത്. സോ വൾച്ചേഴ്സ് ആർ സ്കാവഞ്ചേഴ്സ് ആൻഡ് occupy a high portion in the food chain as they feed on dead animals. 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The main reservoir of sulfur in the biosphere is. അപ്പം ബയോസ്ഫിയറിലേക്ക് വരുമ്പം സൾഫറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസർവോയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. റിസർവോയർ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്നുള്ളതാണ് ചോദ്യം. അറ്റ്മോസ്ഫിയർ, ഓഷ്യൻസ്, ഓർഗാനിസം, സെഡിമെന്റ്സ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 സെഡിമെന്റ്സ്. എന്തുകൊണ്ടാണ്? സൾഫർ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സെഡിമെന്ററി റോക്സിലാണ്. അതുപോലെ വെതറിങ്ങിലൂടെയാണ് സൾഫർ പ്രകൃതിയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്. സോ ഓപ്ഷൻ 7 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹെംലോക്ക് ആൻഡ് മേപ്പിൾസ് ആർ ഫൗണ്ട് ഇൻ കോണിഫറസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് റെയിൻ ഫോറസ്റ്റ്. അപ്പൊ ഇത് ചെടികളല്ല, മരങ്ങൾ നമുക്ക് പറയാം. മേപ്പിളും ഹെംലോക്കും. സോ എവിടെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റിലാണ്, എന്ത് ടൈപ്പ് ഓഫ് വെജിറ്റേഷനിലാണ് കണ്ടുവരുന്നത്? ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 9ാമത്തെ ചോദ്യം. ഓൺ വിച്ച് ആനിമൽ കാലോട്ടസ് ആൻഡ് ഉറോമാസ്റ്റിക്സ് ആർ പ്രിഡേറ്ററി ഇൻ ദി താർ ഡെസേർട്ട്? അപ്പൊ താർ ഡെസേർട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 ജീവികൾ ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷിച്ചു വരുന്നത് അല്ലെങ്കിൽ വേട്ടയാടുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏത് ടൈപ്പ് ഓഫ് ജീവിയാണ്? ഡെസേർട്ട് സ്നേക്സ് ആണോ, ഡെസേർട്ട് ലോക്കസ്റ്റ് ആണോ, ഡെസേർട്ട് ഡ്രാഗൺ ഫ്ലൈസ് ആണോ, ഡെസേർട്ട് ഗർബിൽ ആണോ? റൈറ്റ് ആൻസർ ഈസ് ഡെസേർട്ട് ലോക്കസ്റ്റ്. 10th ക്വസ്റ്റ്യൻ. ഓർഗാനിസംസ് വിച്ച് റിമെയിൻ അറ്റാച്ച്ഡ് ടു സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ഓഫ് ദി റൂട്ടഡ് പ്ലാന്റ്സ് ആർ. അതായത് വേരുകളിലൊക്കെ തന്നെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന, അങ്ങനെ നമുക്ക് മണ്ണിന്റെ പ്രതലത്തിലൊന്നും അങ്ങനെ കാണാൻ പറ്റാത്ത ജീവികൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. പെരിഫൈറ്റൺ, ന്യൂസ്റ്റൺ, പ്ലാങ്ക്ടൺ, നെക്ടൺ. ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 പെരിഫൈറ്റൺ. അപ്പോൾ സ്റ്റെംസിലും റൂട്ട്സിലുമായിട്ടാണ് ഈ ഓർഗാനിസം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 11th ക്വസ്റ്റ്യൻ. ദി എക്സാമ്പിൾ ഓഫ് ലോട്ടിക് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം ഈസ് ലേക്ക്, പൂൾ, സ്വാംപ്, റിവർ. ലോട്ടിക് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 റിവർ. അപ്പൊ ലോട്ടിക് ഇക്കോസിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ ഉള്ള അല്ലെ, ഫ്ലോയിങ് വാട്ടർ ബോഡീസിലെ ഇക്കോസിസ്റ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവേഴ്സും സ്ട്രീംസും ഒക്കെ തന്നെ കണ്ടുവരുന്നത് ലോട്ടിക് ഇക്കോസിസ്റ്റം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ റിന്യൂവബിൾ റിസോഴ്സ്? ഇപ്പൊ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഉണ്ട്. നോൺ റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആയി പോകുന്ന, റിന്യൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലാകാലം യൂസ് ചെയ്യാൻ പറ്റുന്ന. ഈസി ക്വസ്റ്റ്യൻ ആണ്. വൈൽഡ് ലൈഫ് ആണോ, മിനറൽ ഡെപ്പോസിറ്റ്സ് ആണോ, അക്വാറ്റിക് ലൈഫ് ആണോ, ഫോറസ്റ്റ് ആണോ? നോൺ റിന്യൂവബിൾ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 മിനറൽ ഡെപ്പോസിറ്റ്സ്. മിനറൽസ് കൂടുതൽ എടുക്കും തോറും അത് തീർന്നുകൊണ്ടേ ഇരിക്കും. അത് ആ ഒരു എടുക്കുന്ന രീതിയിൽ എന്തായാലും തിരിച്ച് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The soil having low organic matter and have low fertility is desert soil, red soil, soil of Himalayan region, soil with loamy texture and dry composition. അപ്പോൾ വളരെ കുറഞ്ഞ ഓർഗാനിക് മാറ്റർ ഉള്ള ടൈപ്പ് ഓഫ് സോയിൽ ഏതാണ്? അതായത് അതുപോലെ അതിന്റെ ഫെർട്ടിലിറ്റിയും ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വിളവ് വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള സോയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഡെസേർട്ട് സോയിൽ തന്നെയാണ്. കാരണം അതിന് ഒന്ന് വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി ഭയങ്കര കുറവാണ്, പോരാത്തതിന് അതിൽ ഓർഗാനിക് മാറ്ററും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യങ്ങൾ വളരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ദി ആവറേജ് സലിനിറ്റി ഓഫ് സീ വാട്ടർ ഈസ്. സലിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശമാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് സലിനിറ്റി, സീ വാട്ടറിന്റെ ആവറേജ് സലിനിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. 1.1% ആണോ, 2.5% ആണോ, 3.5% ആണോ, 4.5% ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് 3.5%. റാവൈൻ ലാൻഡ് ഈസ് ഫോം ഡ്യൂ ടു. എങ്ങനെയാണ് റാവൈൻ ലാൻഡ് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. അസിഡിക് സോയിൽ കാരണമാണോ, ബേസിക് സോയിൽ കാരണമാണോ, സോയിൽ സലിനിറ്റി കൂടുന്ന കാരണമാണോ, സോയിൽ ഇറോഷൻ കാരണമാണോ? ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 സോയിൽ ഇറോഷൻ. അപ്പം വാട്ടർ ഇൻഡ്യൂസ്ഡ് സോയിൽ ഇറോഷൻ കാരണം
ഉണ്ടാവുന്ന, അതായത് വാട്ടർ ഇറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നായിട്ട് വെള്ളം എടുത്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു ലാൻഡിനെയാണ് നമുക്ക് റവൈൻ ലാൻഡ് എന്ന് പറയാം. ഐലൻഡ് അല്ല, ഒരു സൈഡിൽ നിന്ന്, അതായത് മൊത്തം ഐസൊലേറ്റഡ് ആവുന്നില്ല, പക്ഷെ രണ്ട് സൈഡിൽ നിന്നായിട്ട് എടുത്തു പോയി നടുവിൽ മാത്രം ഒരു ഗോർജ് രൂപപ്പെടുന്നതിനെയാണ് എന്ത് പറയുക, റവൈൻ ലാൻഡ് എന്ന് പറയുക. സോ അത് റീസൺ സോയിൽ ഇറോഷൻ ആണ്. അടുത്ത ചോദ്യം, which of the following regions covers more than 50% plant species in the world? അപ്പം ലോകത്തിലെ മൊത്തം പ്ലാന്റ് സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ 50%-ലേറെ കവർ ചെയ്യപ്പെടുന്ന റീജിയൺ ഏതാണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണോ, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ആണോ? റൈറ്റ് ആൻസർ ഈസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഓപ്ഷൻ 1. In which of the following activity forest does not play a significant role? അപ്പൊ ഈ താഴെ പറയുന്ന ആക്ടിവിറ്റീസിൽ ഫോറസ്റ്റിന് വലിയ റോൾ ഇല്ലാത്ത കാര്യം ഏതാണ്? സോയിൽ ഫോർമേഷൻ, വാട്ടർ കൺസർവേഷൻ, റീജനറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മോഡറേഷൻ ഓഫ് ക്ലൈമറ്റ്. സ്വാഭാവികമായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോറസ്റ്റിന് വലിയ റോൾ ഇല്ലാത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റീജനറേഷനിലാണ്. ഓക്കെ, ഫോറസ്റ്റ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് റാദർ ദാൻ റീജനറേറ്റ് ഇറ്റ്, പ്ലേയിങ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ കാർബൺ സെക്വസ്ട്രേഷൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ട്രീസ് വഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റ് വഹിക്കുന്നുണ്ട് നമുക്ക് പറയാം. സോ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. ഇന്ത്യ നീഡ്സ് ഡാഷ് പെർസെന്റേജ് ഓഫ് ഇറ്റ്സ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് ടു മീറ്റ് ദി ഇക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് നീഡ്. ഇന്ത്യയെ മാത്രമല്ല പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു രാജ്യത്തിന്റെ ഇത്ര ശതമാനം വനമായിരിക്കണം എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ അത് എത്ര ശതമാനമാണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഫോറസ്റ്റും ഉണ്ട്, ഫോറസ്റ്റ് ഏരിയയും ഉണ്ട്, ഫോറസ്റ്റ് കവറും ഉണ്ട്. അപ്പൊ ആദ്യമൊക്കെ ഫോറസ്റ്റ് ഏരിയ തന്നെ വേണമെന്നായിരുന്നു പറയാറ്, പക്ഷെ അങ്ങനെ എവിടെയും കണക്കെത്താതായപ്പം ഫോറസ്റ്റ് കവറിലേക്ക് മാറിയിട്ടുണ്ട്. സോ എത്ര പെർസെന്റേജ് ആണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യസ് നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രകാരം 33%. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഫോറസ്റ്റ് ഏരിയ വേണമെന്നുള്ളതാണ് നിയമം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് എക്സ് സിതു കൺസർവേഷൻ പ്രൊവൈഡ്സ് ജനറ്റിക് ഇൻഷുറൻസ്? എക്സ് സിതു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള, അതുപോലെ ഇൻ സിതു എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള ബയോഡൈവേഴ്സിറ്റി ഒക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എക്സ് സിതു കൺസർവേഷൻ വഴി ജനറ്റിക് ഇൻഷുറൻസ് ഉറപ്പാക്കുന്ന മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സൊമാറ്റിക് സെൽ ക്ലോണിംഗ് ആണോ, ടിഷ്യൂ കൾച്ചർ ആണോ, ട്രാൻസ്ലൊക്കേഷൻ ആണോ, സീഡ് ബാങ്ക് ആണോ? സ്വാഭാവികമായിട്ടും ഓപ്ഷൻ 4 സീഡ് ബാങ്ക് ആണ് റൈറ്റ് ആൻസർ. അതായത് ജനറ്റിക് മെറ്റീരിയൽ പ്രിസർവ് ചെയ്യാനും അതുപോലെ ഭാവിയിലേക്ക് ഉപയോഗിക്കുന്നതിനായിട്ടും ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് സീഡ് ബാങ്ക് തന്നെയാണ്. 20th ക്വസ്റ്റ്യൻ, ഇൻവേസീവ് സ്പീഷീസ് വിച്ച് കോസസ് സ്കിൻ അലർജീസ് ഈസ്? സ്കിൻ അലർജി കോസ് ചെയ്യുന്ന ഒരു വസ്തു താഴെ കൊടുത്തിട്ടുണ്ട്. സ്വീറ്റ് പീ ആണോ, നെസ്പിറ്റ് ആണോ, കോൺഗ്രസ് വീഡ് ആണോ, വാട്ടർ ഹയാസിന്ത് ആണോ? And the right answer is സ്കിൻ അലർജിയും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ശ്വസന സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാവുന്ന ഒരു സ്പീഷീസ് കോൺഗ്രസ് വീഡ് ആണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ? നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിലും, അതായത് ഇഗ്നോ റിലേറ്റഡ് എക്സാംസ് മാത്രമല്ല, PSC-യിലായാലും SSC-യിലായാലും ഏത് എക്സാമിലാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു പോയിന്റ് ആണിത്. രാജ്യത്തെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ്, അല്ലെ ഏതാണ്? The right answer is option 2 നീൽഗിരി. 1986 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. 22ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ഫ്രജൈൽ ഹാബിറ്റാറ്റ്സ്? അപ്പം ഫ്രജൈൽ ഹാബിറ്റാറ്റ് അല്ലാത്ത താഴെ കൊടുത്തിരിക്കുന്ന ഇക്കോസിസ്റ്റം ഏതാണെന്നുള്ളതാണ് ചോദ്യം.
And the right answer is deciduous forest. Coral reefs, oceanic islands, mountain tops ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറെ കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെ കുറെ കൂടെ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് deciduous forest ആണ്. സോ അതാണ് റൈറ്റ് ആൻസർ. Which one of the following is a biodegradable pollutant? Biodegradable ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക്സ്, പേപ്പർ, റബ്ബർ. സ്വാഭാവികമായിട്ടും പേപ്പർ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രീഡോമിനന്റ്ലി ഇൻഡോർ പൊല്യൂട്ടന്റ്? കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇൻഡോർ പൊല്യൂട്ടന്റ് ഏതാണ്? ഓസോൺ, ഫോർമാൽഡിഹൈഡ്, ഓർഗാനിക് സബ്സ്റ്റൻസസ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഫോർമാൽഡിഹൈഡ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഫർണിച്ചറിനും പെയിന്റിനും അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഒക്കെ തന്നെ വരുന്ന പൊല്യൂട്ടന്റ് ആണ് ഫോർമാൽഡിഹൈഡ്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫോട്ടോകെമിക്കൽ ഓക്സിഡന്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫോട്ടോകെമിക്കൽ ഓക്സിഡന്റ് ഏതാണ്? ബെൻസീൻ ആണോ, സൾഫേറ്റ് ആണോ, നൈട്രേറ്റ് ആണോ, ഓസോൺ ആണോ? And the right answer is option 4, ozone. Ozone is formed as a secondary pollutant in the presence of sunlight, nitrogen oxides and volatile organic compounds. So secondary pollutant ആയിട്ട് ഈ താഴെ പറഞ്ഞിരിക്കുന്ന വസ്തുക്കളുടെ പ്രസൻസിൽ ഉണ്ടാവുന്ന ഒരു വസ്തുവാണ് ഓസോൺ. 26ാമത്തെ ക്വസ്റ്റിലേക്ക്. സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ് മീഥെയിൻ, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ്. അപ്പം സ്ലഡ്ജ് ഗ്യാസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ്? അപ്പം സ്ലഡ്ജ് ഗ്യാസിലെ പ്രൈമറി കമ്പോണന്റ് എന്ന് പറയുന്നത് മീഥെയിൻ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദി റൈറ്റ് ആൻസർ. ഹോട്ട്സ്പോട്ട്സ് ആർ റീജിയൻ ഓഫ്. ഈസി ക്വസ്റ്റൻ ആണ്. ഹോട്ട്സ്പോട്ട്സ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെയർ സ്പീഷീസ്, ഹൈ എൻഡമിസം, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഡൈവേഴ്സിറ്റി. അപ്പം ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ എൻഡമിക് സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഒരുപാട് എൻഡമിക് സ്പീഷീസ് ഒത്തുകൂടുന്ന ഒരിടത്തെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പൊതുവെ പറയാറ്. അപ്പൊ ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നതിന് വേറെയും ഒരു ഉദ്ദേശമുണ്ട്. അതൊരു വാർണിംഗ് പോലെയാണ്. ഒരുപാട് ഡൈവേഴ്സിറ്റി അവിടെ ഉണ്ട്, പക്ഷെ ഏത് നിമിഷവും അത് ഇല്ലാതാവാം. അതുപോലെ ത്രെറ്റ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളാണ്, പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളാണെന്നുള്ള കൂടിയാണ് ഈ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഒരു ടേം അതിന് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ഹൈ എൻഡമിസം ആണ്. 28ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഇന്ത്യ ആസ് എ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇന്ത്യ ഒരു മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി ആവുന്നതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രി എന്ന സ്റ്റാറ്റസിന് ചേരാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് താഴെയുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ ഹാസ് 4 ഹോട്ട്സ്പോട്ട്സ് ഔട്ട് ഓഫ് 34 global biodiversity hotspots. About 33% of the recorded flora is endemic to the country. India has 12 biogeographic regions. India is one of the 12 centers of origin of cultivated plants. And ഇതിലെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇന്ത്യ ഹാസ് 12 ബയോജിയോഗ്രാഫിക് റീജിയൻസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് 10 ബയോജിയോഗ്രഫിക് റീജിയൻസ് ആണ് അല്ലെ ബയോജിയോഗ്രഫിക് സോൺസ് ആണ് ഉള്ളത്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ നോൺ യൂസ് വാല്യൂ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നിരിക്കണം. എസ്തെറ്റിക് വാല്യൂ ആണോ, കൾച്ചറൽ വാല്യൂ ആണോ, എത്തിക്കൽ വാല്യൂ ആണോ, ബെക്വസ്റ്റ് വാല്യൂ ആണോ? And the right answer is option 4, bequest value. എന്താണ് bequest value? വരുന്ന ജനറേഷൻസിനായിട്ട് ബയോഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുക എന്നുള്ള ഐഡിയ ആണ്. ആ ഒരു ഐഡിയൽ അല്ലെങ്കിൽ ആ ഒരു ആശയത്തെയാണ് നമ്മൾ bequest value എന്ന് പറയുന്നത്. അതൊരു നോൺ യൂസ് വാല്യൂ ആണ്. മുന്നോട്ട് പോവാം. Which one of the following has maximum genetic diversity in India? Tea, teak, mango, wheat. അപ്പൊ ഏറ്റവും കൂടുതൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സസ്യത്തിനാണുള്ളത് അല്ലെങ്കിൽ ഏത് മരത്തിനാണുള്ളതെന്ന് ഉള്ളതാണ് ചോദ്യം. ടീ ആണോ, ടീക്ക് ആണോ, മാംഗോ ആണോ, വീറ്റ് ആണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 മാംഗോ. അപ്പൊ മാംഗോയിൽ ഇന്ത്യയിലുള്ളത്രയും വെറൈറ്റി മറ്റധികം രാജ്യങ്ങളിലൊന്നും തന്നെ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്രയും അധികം വെറൈറ്റി വീട്ടിൽ തന്നെ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടില് ഒരു 2-3 തരം കോമാങ്ങ, എനിക്കറിയില്ല, ഓരോരുത്തർ ഓരോ പേരായിരിക്കും പറയുക. പിന്നെ എളോർ എന്ന് പറഞ്ഞൊരു മാവുണ്ട്, മൂവാണ്ടൻ എന്ന് പറഞ്ഞൊരു മാങ്ങുണ്ട്, അപ്പം സേലൻ, പിന്നെ ചേലൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മുടെ വീടുകളിൽ തന്നെ 2-3 വെറൈറ്റി ഉള്ളപ്പം രാജ്യത്ത് മൊത്തമായിട്ട് എന്തോരം വെറൈറ്റി ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാമല്ലോ. മാംഗോ തന്നെയാണ് ഇവിടെ റൈറ്റ് ആൻസർ. എ ബയോമാസ് ഗ്യാസിഫയർ കൺവേർട്സ്. ബയോമാസ് ഗ്യാസിഫയർ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഗ്യാഷ്യസ് ഫ്യൂൽ ടു ലിക്വിഡ് ഫ്യൂൽ, സോളിഡ് ഫ്യൂൽ ടു ഗ്യാഷ്യസ് ഫ്യൂൽ, ലിക്വിഡ് ഫ്യൂൽ ടു ഗ്യാഷ്യസ് ഫ്യൂൽ, ഗ്യാഷ്യസ് ഫ്യൂൽ ടു സോളിഡ് ഫ്യൂൽ.
And the right answer is option 2, solid fuel to gaseous fuel. അതായത് വുഡ് അതുപോലെ അഗ്രികൾച്ചറൽ വേസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഗ്യാസ് ആയിട്ട്, ബയോഗ്യാസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള ഗ്യാസിന്റെ പരുവത്തിൽ മാറി വരും. അപ്പോൾ ബയോമാസ് ഗ്യാസിഫയേഴ്സ് എന്നുള്ളത് സോളിഡ് ബയോമാസിനെ ഗ്യാഷ്യസ് ഫ്യൂവലിലേക്കാണ് മാറ്റുന്നത്. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. From which one of the following types of sources energy can be harnessed using photovoltaic cells? Sun, geothermal, wind, fuel cells. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് സോഴ്സസിൽ നിന്നാണ് ഫോട്ടോവോൾട്ടായിക് സെൽസിലേക്ക് നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഫോട്ടോ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഫോട്ടോ എന്താണ്? ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ് ആണ് അല്ലെ. സോ ലൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത്? സൺ, ജിയോതെർമൽ, വിൻഡ്, ഫ്യൂവൽ സെൽസ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സൺ. നമുക്ക് സോളാർ എനർജി ഫോട്ടോവോൾട്ടായിക് സെൽസിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സോളാർ പാനൽസ് ഈ ഫോട്ടോവോൾട്ടായിക് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. 33ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് റീജിയൻസ് ഇൻ ഇന്ത്യ ഈസ് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഓയിൽ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റീജിയൻ ഏതാണ്? അപ്പർ അസം ആണോ, ഗൾഫ് ഓഫ് കാംബെ ആണോ, കൃഷ്ണ ഗോദാവരി ബേസിൻ ആണോ, ബോംബെ ഹൈ ആണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, ബോംബെ ഹൈ. Which one of the following is not a waste minimization method? അപ്പോൾ വേസ്റ്റ് ഏറ്റവും കുറയ്ക്കുന്ന മെത്തേഡ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്, പക്ഷെ അതിൽ ഒന്ന് ഓഡ് വൺ ഔട്ട് ആണ്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രോസസ് മോഡിഫിക്കേഷൻ, ലാൻഡ് ഫിൽ, വേസ്റ്റ് സെഗ്രിഗേഷൻ, വേസ്റ്റ് മിനിമൈസേഷൻ. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, ലാൻഡ് ഫിൽ ആണ്. കാരണം ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റ് മിനിമൈസേഷന്റെ ഭാഗമല്ല, അത് വേസ്റ്റ് ഡിസ്പോസലിന്റെ ഭാഗമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ്? അപ്പം നമുക്ക് വേസ്റ്റിനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഇല്ലാതെ പല കമ്പനീസ് ഒന്നും തന്നെ നമുക്ക് തുടങ്ങുന്നത് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. അതൊക്കെ ഗൈഡ് ലൈൻസിൽ വരുന്നതാണ് ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയത്തൊക്കെ. അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ വേസ്റ്റിന്റെ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അല്ലാതെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ന്യൂട്രലൈസേഷൻ, ഹെവി മെറ്റൽ പ്രസിപ്പിറ്റേഷൻ, കണ്ടീഷനിങ്, ഓക്സിഡേഷൻ. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3, കണ്ടീഷനിങ് ആണ്. എന്തുകൊണ്ടാണ്? കണ്ടീഷനിങ് എന്നുള്ളത് ഒരു ഫിസിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്, ബാക്കി മൂന്നും കെമിക്കൽ മെത്തേഡ്സ് ആണ്. അതാണ് വ്യത്യാസം വരുന്നത്. 36ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഈസ് മോസ്റ്റ്ലി യൂസ് ഫോർ ഡിസ്പോസൽ ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ്? അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ, ലാൻഡ്ഫിൽ ഡിസ്പോസൽ, ഡംപിംഗ് അറ്റ് സീ, നൺ ഓഫ് ദീസ്. And the right answer is option 1, underground disposal. അപ്പം ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് വെച്ചാൽ പൊതുവെ ബയോസ്ഫിയറുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ഇടത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്ന രീതിയാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ. കുഴിച്ചിടുന്നില്ല, ആക്ച്വലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പല സീരീസിലൊക്കെ ആയിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഒരു ഇത് അങ്ങനെ തന്നെയാണ് ശരിക്കും ചെയ്യാറും. ക്യാനലായിട്ടും അതുപോലെ പുറത്തെത്താത്ത രീതിയിൽ, അതായത് ബയോസ്ഫിയറുമായിട്ട് ഒരു രീതിയിലും ഇടപഴകാൻ ഒരു അവസരം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ബേസിക് ആയിട്ട് ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസലിൽ നോക്കാറ്. അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് ട്രൂ? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള
4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ടോക്സിക് റെഫേഴ്സ് ടു ആൻ എക്സ്ട്രിൻസിക് പ്രോപ്പർട്ടി. ഓയിലി സ്ലഡ്ജ് ഹാസ് ടു ബി ലാൻഡ്ഫിൽഡ്. പൊല്യൂഷൻ കൺട്രോൾ ഫെസിലിറ്റീസ് ഡു നോട്ട് ജനറേറ്റ് ഹസാർഡസ് വേസ്റ്റ്. ഹോസ്പിറ്റൽ വേസ്റ്റ് ഹാസ് ടു ബി ഇൻസിനറേറ്റഡ്. അപ്പൊ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഹോസ്പിറ്റൽ വേസ്റ്റ് എന്നുള്ളത് കത്തിച്ച് അല്ലെ കരിച്ച് കളയണം. അതാണ് റൈറ്റ് ആൻസർ. കണ്ടാമിനേഷൻ വരാതിരിക്കുന്നതിനായിട്ടാണ് നമ്മൾ കരിച്ചു കളയുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം. മോൺട്രിയൽ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ, ബേസൽ കൺവെൻഷൻ, രാംസാർ കൺവെൻഷൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഗ്രീൻ ഹൗസ് എമിഷൻ കുറയ്ക്കണം എന്നുള്ള ഒരു കാര്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്യോട്ടോ പ്രോട്ടോകോളിലായിരുന്നു. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ദി ഓസോൺ ലെയർ ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റേഞ്ച് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. നമുക്ക് ഇവിടുന്ന് ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ കിലോമീറ്റേഴ്സ് ആയി കണക്കാക്കുകയാണെങ്കിൽ ഓസോൺ ലെയർ ഏത് റേഞ്ചിലാണ് വരിക അറ്റ്മോസ്ഫിയറിന്റെ എന്നുള്ളതാണ് ചോദ്യം. 65 to 90 കിലോമീറ്റർ, 60 to 70 കിലോമീറ്റർ, 15 to 50 കിലോമീറ്റർ, 0 to 10 കിലോമീറ്റർ ആൻഡ് 15 to 50 കിലോമീറ്ററിലാണ്. ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ കോസ് സ്കിൻ ക്യാൻസർ ആൻഡ് കാറ്ററാക്ട് ഇൻ ഹ്യൂമൻസ്. സ്കിൻ ക്യാൻസറും അതുപോലെ തന്നെ കാറ്ററാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിമിരമാണ്. തിമിരവും ഉണ്ടാക്കാൻ സാധ്യതയുള്ള താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് കൂടുതൽ ചാൻസ് എന്നുള്ളതാണ് ചോദ്യം. അൾട്രാ വയലറ്റ് റേഡിയേഷൻ, മീഥേൻ, ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അൾട്രാ വയലറ്റ് റേഡിയേഷൻ തന്നെയാണ്. അപ്പൊ ഒരുപാട് സമയം ഈ അൾട്രാ വയലറ്റ് രശ്മികളിൽ എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദേഹത്തൂടെ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലായിട്ട് കടന്നു പോവുകയാണെങ്കിൽ സ്കിൻ ക്യാൻസർ വരാനും അതുപോലെ തന്നെ തിമിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വാസ് ഇനാക്ടഡ് ഇൻ ദി ഇയർ 1974, 1981, 1986, 1987. അപ്പം നമ്മുടെ വായുവിലുള്ള വായു മലിനീകരണം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട നിയമം വന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് 1981. അടുത്ത ക്വസ്റ്റ്യൻ. ദി പ്രിൻസിപ്പൽ ബെഞ്ച് ഓഫ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ അതായത് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തീർപ്പാക്കുന്ന ഒരു കോടതി സംവിധാനമാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു പാർലമെന്ററി നിയമം പ്രകാരം വന്നിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പറയാം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അപ്പൊ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. റൈറ്റ് ആൻസർ ഈസ് ന്യൂഡൽഹി. The provision for environmental protection in our constitution was made in the year. Environmental protection സംബന്ധിച്ചുള്ള നിയമങ്ങൾ അത് സംബന്ധിച്ചുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഏത് വർഷമാണ്? 1971 ആണോ, 1972 ആണോ, 1974 ആണോ, 1976 ആണോ? The right answer is 42nd amendment വഴിയാണ് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് ദ ഇയർ ഈസ് 1976. അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ഡിസീസ് ഈസ് ടേംഡ് ആസ്. അപ്പൊ ഒരു രോഗത്തിന്റെ ഉത്ഭവം കണ്ടെത്തുന്ന ആ ഒരു പഠനത്തെ എന്താണ് പറയുക? എറ്റിയോളജി ആണോ, സെറോളജി ആണോ, എപ്പിഡമിയോളജി ആണോ, വൈറോളജി ആണോ? റൈറ്റ് ആൻസർ ഈസ് എറ്റിയോളജി, ഓപ്ഷൻ എ. എറ്റിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദി കോസ് ഓർ ഒറിജിൻ ഓഫ് ഡിസീസസ്. ഒരു രോഗത്തിന്റെ കാരണം അല്ലെ കാരണത്തെ പറ്റിയുള്ള അതിന്റെ സോഴ്സിനെ പറ്റിയുള്ള പഠനമാണ് എറ്റിയോളജി. Which of the following is not located in the Taj trapezium? Brick kilns, Mathura oil refinery, sugar mills of Saharanpur, glass factories of Firozabad. And the right answer is option 3, sugar mills of Saharanpur. 46ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Flooding in 2 countries, namely dash and dash, result in 2/3 of the global death count. അതായത് ലോകത്തെമ്പാടുമായി ഫ്ലഡ് കാരണം മരണപ്പെടുന്ന ആൾക്കാരിലേക്ക് ആൾക്കാരുടെ നമ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 2/3 ഭാഗം ആൾക്കാരും മരിച്ചിട്ടുള്ളത് ഇന്ന 2 രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത്. സോ ഫ്ലഡിംഗ് ഇൻ 2 countries, namely dash and dash, 2 രാജ്യങ്ങളുടെ പേരാണ്. റിസൾട്ട് ഇൻ 2/3 ഓഫ് ദി ഗ്ലോബൽ ഡെത്ത് കൗണ്ട്. ഇന്ത്യ ചൈനയാണോ, ഇന്ത്യ ബംഗ്ലാദേശ് ആണോ, ഇന്ത്യ ഇന്തോനേഷ്യ ആണോ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആണോ? റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇവിടെ രണ്ടിടത്തും നല്ലപോലെ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആണ്. ഒരുപാട് ഫ്ലഡ്സ് ഉണ്ടാവുന്ന 2 കൺട്രീസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഡെത്ത് കൗണ്ട് വളരെ കൂടുന്നത്. സൈലന്റ് വാലി ഈസ് ദ നാരോ വാലി ഓഫ് ദി ഡാഷ് റിവർ. സൈലന്റ് വാലി ഏത് റിവറിനടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ, യമുന, കാവേരി, കുന്തി. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ്
കുന്തി. ഓപ്ഷൻ 4. 48ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് സ്റ്റുവർഡ്ഷിപ്പ്? സ്റ്റുവർഡ്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇവിടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ പരിസ്ഥിതിയോടുള്ള ഒരു അടുപ്പം മൂലം ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അത് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു പാർക്ക്, അവിടെ ഒരു പേപ്പറോ പ്ലാസ്റ്റിക്കോ കിടക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള വീട്ടിൽ എന്തെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് വേസ്റ്റ് ബാസ്കറ്റിലോ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് പ്രോപ്പർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ കവർ കണ്ടു കഴിഞ്ഞാൽ പെറുക്കാൻ നിന്നാൽ നിങ്ങൾക്കും വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല എന്നുള്ള സത്യാവസ്ഥയാണ്. എന്നിരുന്നാലും പൊതുവെ എല്ലാവരും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാറില്ല. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് പ്രകൃതിയോട് അത്രയും ഇണങ്ങി ജീവിക്കുന്നവരാണ് ഈ സ്റ്റുവർഡ്ഷിപ്പ് അല്ലെ എൻവയോൺമെന്റൽ സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം അത്ര സ്ട്രോങ് സെൻസ് ഓഫ് സ്റ്റുവർഡ്ഷിപ്പ് ഇല്ലാത്തത് ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. urban community, tribal community, traditional agricultural societies, pastoral community. അപ്പൊ ഇത് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, ഈ 3 അതായത് 2, 3, 4 ഓപ്ഷൻസ് ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ എൻവയോൺമെന്റ് ആണ്. അതുപോലെ തന്നെ അത്രയും ഡിപ്പെൻഡന്റ് ആവുന്നല്ല, അത്രയും തൂർന്ന് ജീവിക്കുന്നതുകൊണ്ട് തന്നെ, അത്രയും ഇടപഴകി ജീവിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻവയോൺമെന്റിനോടുള്ള കൺസേണും അതിനോടുള്ള സ്നേഹവും അതിനോടുള്ള സമീപനവും വേറെ തന്നെയാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ 1 urban community ആണ്. 49 question. Holding meeting in a remote area is geographical inequity, procedural inequity, social inequity, economic inequity. And the right answer is option 2, procedural inequity. അതായത് procedural inequity arises when participation in decision making is hindered, such as holding meetings in inaccessible locations. അത് നമുക്ക് ഒരു മീറ്റിംഗിൽ ഒരാൾ പങ്കെടുക്കണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് ദൂരത്തുനിന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് നടുവിൽ എവിടെയെങ്കിലും ആയിട്ട് ഒരിടത്ത് എത്തുന്നതാണ് ഏറ്റവും എളുപ്പം. സോ കോഴിക്കോട് ഏറ്റവും ഒരു അറ്റം എന്ന് വെച്ചാൽ വിലങ്ങാടാണ്. അപ്പം കോഴിക്കോടിന്റെ ഒരു മീറ്റിംഗ് നമ്മൾ വിലങ്ങാട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പറേ അറ്റത്ത് ഫറോക്കിൽ അല്ലെങ്കിൽ കോടഞ്ചേരി ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് അങ്ങോട്ട് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പലരും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ആ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാതിരിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. വിത്ത് ഇന്റൻഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ ഹിൻഡർ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം, തടയാന്നുള്ളതാണ് ഉദ്ദേശം. സോ ഇവിടെ ഹോൾഡിംഗ് മീറ്റിംഗ് ഇൻ എ റിമോട്ട് ഏരിയ എന്നുള്ളത് പ്രൊസീജിയറൽ ഇനീക്വിറ്റിയുടെ എക്സാമ്പിൾ ആണ്. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50. The main center of environmental information system or ENVIS is located at Bengaluru, Hyderabad, New Delhi or Pune. Right answer is option 3, New Delhi. So ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇനി അറിയിക്കാനുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേണ്ട എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണെന്നും ആൻഡ് ഓൾസോ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യമായി ലേൺവൈസ് കാണുന്നവരെ സംബന്ധിച്ചൊക്കെ തന്നെ കൂടുതലായിട്ട് ലേൺവൈസിനെ പറ്റി അറിയാനൊക്കെ തന്നെ താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സ്ആപ്പ് ചാറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറുക, ചാറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അറിയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ലേൺവൈസിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ ഇഗ്നോ പഠനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പീസ് ഔട്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.